നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തിൻ്റെ കഥയാണ്. തിരുവിതാംകൂർ ആദ്യകാലത്ത് വേണാട് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. വേണാടിന് തിരുവഞ്ചിക്കുളം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ചേരവംശവുമായി ബന്ധമുള്ളതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചേരവംശകാലത്ത് തൃപ്പാപ്പൂർ മൂപ്പൻ എന്ന പേരിലാണ് അവിടുത്തെ ഭരണാധിപന്മാർ അറിയപ്പെട്ടിരുന്നത്. 1388 മുതൽ 1444 വരെ ഇവിടെ വാണിരുന്ന ഉദയ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് വേണാട് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള തിരുനെൽവേലിക്കും അപ്പുറം വരെ വ്യാപിച്ചിരുന്നു. വിദേശികളുമായി വേണാട് വ്യാപാരം തുടങ്ങിയത് 1484 മുതലാണ്. അന്ന് ഭരണാധിപനായിരുന്ന രവിവർമ്മയുടെ കാലത്ത് ആയിരുന്നു വേണാട് വിദേശികളുമായി വ്യാപാരം തുടങ്ങിയത്. 1512 വരെ അദ്ദേഹം ഭരിച്ചു. ഇംഗ്ലീഷുകാരുമായി വേണാട് വ്യാപാരം തുടങ്ങിയത് 1644 അന്ന് നാടുവാണിരുന്ന രാമവർമ്മ വിഴിഞ്ഞത്ത് വ്യാപാരശാല നിർമ്മിക്കുവാൻ ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകി. അതിനുശേഷം വേണാട് ഭരിച്ചിരുന്ന ആദിത്യവർമ്മയുടെ കാലത്ത് ഇവിടെ 8 വീട്ടിൽ പിള്ളമാർ ഭരണത്തിൽ കൈകടത്തി തുടങ്ങി. ഈ നായർ മാടമ്പിമാർ ശക്തി പ്രാപിച്ചതും ഇക്കാലത്ത് തന്നെയാണ്. അത് ചരിത്രം രേഖപ്പെടുത്തുന്നു. തുടർന്ന് 1677 ഉമയമ്മ റാണി വേണാടിൻ്റെ സരിതിയായി. 1729 ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനായി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അധികാരമേറ്റു. അതോടുകൂടി തിരുവിതാംകൂറിൻ്റെ പുരോഗതി ആരംഭിക്കുകയാണ്. 8 വീട്ടിൽ പിള്ളമാരെ ഒതുക്കിയ മാർത്താണ്ഡവർമ്മ രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ചു. അതിനുശേഷം ഭരണാധികാരിയായത് കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. ഇദ്ദേഹം ധർമ്മരാജ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ടിപ്പുവിൻ്റെ ആക്രമണം ഭയന്ന് തിരുവിതാംകൂറിലെത്തിയ രാമവർമ്മ എല്ലാവിധ സംരക്ഷണവും നൽകി അഭയം കൊടുത്തു. അതിനാലാണ് അദ്ദേഹത്തെ ധർമ്മരാജ എന്ന സ്ഥാനപ്പേര് നൽകി ജനം ആദരിച്ചത്. തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയതും രാമവർമ്മയാണ്. ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ തിരുവിതാംകൂർ അംഗീകരിച്ചതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. 1829 അധികാരത്തിലെത്തിയ സ്വാതി തിരുനാൾ രാമവർമ്മ പ്രമുഖ സംഗീതജ്ഞനും ബഹുഭാഷാ പണ്ഡിതനുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് 1834 തിരുവിതാംകൂറിൽ ആദ്യമായി ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത്. 1836 ആദ്യമായി ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയതും അദ്ദേഹമാണ്. തുടർന്ന് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1847 മുതൽ 1860 വരെ ഭരണം നടത്തി. അതിനുശേഷം ആയില്യം തിരുനാൾ രാമവർമ്മ 1860 മുതൽ 1880 വരെ നാടുഭരിച്ചു. തുടർന്ന് വിശാഖം തിരുനാൾ രാമവർമ്മ 1880 മുതൽ 1885 വരെയും ശ്രീമൂലം തിരുനാൾ രാമവർമ്മ 1885 മുതൽ 1924 വരെയും ഊരാടം തിരുനാൾ സേതുലക്ഷ്മിഭായി 1924 മുതൽ 1931 വരെയും ചിത്ര തിരുനാൾ ബാലരാമവർമ്മ 1931 മുതൽ 1949 വരെയും തിരുവിതാംകൂർ ഭരിച്ചു. 1868 ഇന്ത്യയിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ്. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതും റേഡിയോ നിലയം സ്ഥാപിതമായതും രാജഭരണകാലത്തെ പ്രധാന നേട്ടങ്ങളാണ്. തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലെ സുപ്രധാന സംഭവമാണ് അടിമക്കച്ചവടം നിർത്തലാക്കിയത്. 1814 മുതൽ 1415 റാണി ഗൗരി ലക്ഷ്മിഭായിയാണ് ഇത് നടപ്പാക്കിയത്. റാണി ലക്ഷ്മിഭായി തന്നെയാണ് തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കുന്നതിന് നേതൃത്വം നൽകിയത്. 1949 തിരുവിതാംകൂർ കൊച്ചിയുമായി സംയോജിപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ 19,825 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു വലിയ രാജ്യമായിരുന്നു. ഇത് തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ്. തിരുവനന്തപുരത്തെ പ്രധാന കാഴ്ചകളിലൊന്നാണ് ഇവിടുത്തെ രാജകൊട്ടാരങ്ങൾ. കവടിയാർ കൊട്ടാരം, കനകക്കുന്ന് കൊട്ടാരം, കുതിരമാളിക എന്ന പുത്തൻ മാളിക, കിളിമാനൂർ കൊട്ടാരം, കോയിക്കൽ കൊട്ടാരം, പത്മനാഭപുരം കൊട്ടാരം, കോവളം കൊട്ടാരം തുടങ്ങിയവയാണ് ജില്ലയിലെ പ്രധാന കൊട്ടാരങ്ങൾ.
ഇതിൽ കവടിയാർ കൊട്ടാരത്തിൽ ഇന്നും രാജകുടുംബാംഗങ്ങൾ താമസിക്കുന്നുണ്ട്. മനോഹരമായ വാസ്തുശില്പ മാതൃകയ്ക്ക് ഉദാഹരണമാണ് ഈ കവടിയാർ കൊട്ടാരം. ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ഇതിൽ താമസിച്ചത്. നഗരത്തിൽ മ്യൂസിയത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ് കനകക്കുന്ന് കൊട്ടാരം. ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ് അത് പണികഴിപ്പിച്ചത്. വിദേശികൾക്ക് വിരുന്നൊരുക്കാൻ വേണ്ടിയായിരുന്നു ഇത് പണിതത്. എന്നാൽ രാജകുടുംബാംഗങ്ങൾ വേനൽക്കാല വസതിയായും ഈ കൊട്ടാരത്തെ ഉപയോഗിച്ചിരുന്നു. കുതിരമാളിക എന്നറിയപ്പെടുന്ന പുത്തൻ മാളികയുടെ നിർമ്മാണം നടന്നത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. കുതിരയുടെ രൂപത്തിലുള്ള കൊത്തുപണികൾ ഏറെയുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഈ കൊട്ടാരത്തിന് കുതിരമാളിക എന്ന പേരും ലഭിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അരികിലാണ് ഈ കൊട്ടാരം. കല്ലിലും തടിയിലും ധാരാളം കൊത്തുപണികളോട് തീർത്ത ഈ കൊട്ടാരത്തിലെ ഒരു പ്രത്യേക മുറിയിലിരുന്നാൽ അടുത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വ്യക്തമായി കാണാൻ കഴിയും. ഇവിടെ ഇരുന്നാണ് സ്വാതി തിരുനാൾ കീർത്തനങ്ങളും മറ്റും രചിച്ചിരുന്നത്. 15-ാം നൂറ്റാണ്ട് നിർമ്മിച്ച കൊട്ടാരമാണ് നെടുമങ്ങാട്ടുള്ള കോയിക്കൽ കൊട്ടാരം. ഇളയിടത്ത് സ്വരൂപത്തിൻ്റെ ആസ്ഥാനമായിരുന്നു അത്. ഈ കൊട്ടാരം ഇപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. ഇവിടെ അമൂല്യങ്ങളായ നാണയശേഖരവും ഫോക്ലോർ മ്യൂസിയവും പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ പ്രാചീന നാണയങ്ങളും പ്രാചീന കാലത്തെ വിദേശ നാണയങ്ങളും ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രാചീന സംഗീതോപകരണങ്ങളും കലയുടെ മാതൃക രൂപങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഫോക്ലോർ മ്യൂസിയത്തിലാണ്. കന്യാകുമാരി ജില്ലയിലെ തക്കലയിലാണ് പത്മനാഭപുരം കൊട്ടാരം. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 55 കിലോമീറ്റർ ദൂരമാണ് അവിടേക്കുള്ളത്. കേരളീയ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ് ഈ കൊട്ടാരം. 1744 മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് കൊട്ടാരം ഇന്ന് കാണുന്ന രീതിയിൽ പുതുക്കിയത്. ഇവിടുത്തെ നവരാത്രി മണ്ഡപവും ശില്പതൂണുകളും പ്രത്യേകത നിറഞ്ഞതാണ്. തമിഴ്നാട്ടിലാണെങ്കിലും ഈ കൊട്ടാരം ഇപ്പോഴും കേരളത്തിൻ്റെ ഉടമസ്ഥതയിലാണ്. 150 വർഷത്തെ പഴക്കമുള്ള ഈ കൊട്ടാരം ആണ്. മറ്റൊരു കൊട്ടാരമാണ് കോവളം കൊട്ടാരം. തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളുടെ വേനൽക്കാല വിശ്രമ കേന്ദ്രമായിരുന്നു കോവളം കൊട്ടാരം. ഇത് തിരുവനന്തപുരത്തെ പറ്റിയുള്ള ഒരു ചെറിയ ചരിത്രം മാത്രം. നന്ദി, നമസ്കാരം.